എനിക്കെതിരെ പറഞ്ഞതും എനിക്ക് അനുകൂലമായി പറഞ്ഞതും ബഹുമാനപ്പെട്ട കോടതിയുടെ മുൻപാകെ ഉണ്ട്. എന്തുകൊണ്ടാണ് ഒളിവിൽ പോയത്? എന്തുകൊണ്ട് കുന്നത്തൂർ മഠിലെ പോളിംഗ് ബൂത്തിലെത്തിയതിനു ശേഷം രാഹുൽ മാങ്കൂട്ടത്തിൽ മടങ്ങുകയാണ്. വോട്ട് രേഖപ്പെടുത്തിയ ശേഷം മടങ്ങുകയാണ്. തനിക്ക് അനുകൂലവും പ്രതികൂലവുമായ കാര്യങ്ങൾ കോടതിക്ക് മുന്നിലുണ്ട്, കോടതി തീരുമാനിക്കട്ടെ എന്നതാണ് രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ പ്രതികരണം. വേറെ ഏതെങ്കിലും വണ്ടി ഒന്ന് കയറണം, ഏതെങ്കിലും വണ്ടി ഒന്ന് കയറിക്കും. പാലക്കാട്ടെ കുന്നത്തൂർ മേട് പോളിംഗ് ബൂത്തിലേക്കാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ എത്തിയത്. അവസാന മണിക്കൂറിൽ വോട്ടിയാനെത്തും എന്ന് നേരത്തെ തന്നെയുള്ള വിവരമായിരുന്നു. ഇപ്പോൾ ശരിവയ്ക്കുന്ന തരത്തിലാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ വോട്ടിയാനായി എത്തിയത്. രണ്ടാം ബലാത്സംഗ കേസിൽ ഇന്നലെ മുൻകൂർ ജാമ്യം ലഭിച്ചതിന് പിന്നാലെയാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ ഇന്ന് വോട്ട് ചെയ്യാനായി എത്തിയത്. ഇത് 15ാമത്തെ ദിവസമാണ് രാഹുൽ പൊതുസമൂഹത്തിൽ നിന്ന് മാറുന്നതിന് ശേഷം 5ാം ദിവസമാണ് പുറത്തേക്ക് വരുന്നത്, വോട്ട് ചെയ്യാനായി എത്തുന്നത്. എനിക്കെതിരെ പറഞ്ഞതും എനിക്ക് അനുകൂലമായി പറഞ്ഞതും ബഹുമാനപ്പെട്ട കോടതിയുടെ മുൻപാകെ ഉണ്ട്. എന്തുകൊണ്ടാണ് ഒളിവിൽ പോയത്? എന്തുകൊണ്ട് എനിക്കെതിരെ പറഞ്ഞതും എനിക്ക് അനുകൂലമായി പറഞ്ഞതും ബഹുമാനപ്പെട്ട കോടതിയുടെ മുൻപാകെ ഉണ്ട്. എന്തുകൊണ്ടാണ് ഒളിവിൽ പോയത്? എന്തുകൊണ്ട് എനിക്കെതിരെ പറഞ്ഞതും എനിക്ക് അനുകൂലമായി പറഞ്ഞതും ബഹുമാനപ്പെട്ട കോടതിയുടെ മുൻപാകെ ഉണ്ട്. എന്തുകൊണ്ടാണ് ഒളിവിൽ പോയത്? എന്തുകൊണ്ട് എനിക്കെതിരെ പറഞ്ഞതും എനിക്ക് അനുകൂലമായി പറഞ്ഞതും ബഹുമാനപ്പെട്ട കോടതിയുടെ മുൻപാകെ ഉണ്ട്. എന്തുകൊണ്ടാണ് ഒളിവിൽ പോയത്? എന്തുകൊണ്ട്